إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, ജഗനിയന്താവായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗം നേടുന്ന മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരായ നമ്മളൊക്കെ ഈ ഭൗതികമായ ലോകത്ത് ജീവിക്കുന്നത് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മോഹങ്ങളുമൊക്കെ ആയിട്ടാണ്. ഈ സംസാരിക്കുന്ന എനിക്കും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കുമെല്ലാം ജീവിതത്തിൽ വ്യത്യസ്തമായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളുമൊക്കെയുണ്ട്. ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം മക്കൾ നല്ല രീതിയിൽ വളരണം, അവർക്ക് സുരക്ഷിതമായ ഒരു വീട് വേണം, അവരെ വളർത്താൻ വേണ്ട നല്ല ജോലിയും സമ്പത്തുമൊക്കെ ഉണ്ടാക്കണം. ഇതാണ് ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് പറയും. ഇങ്ങനെ ജീവിതത്തിൽ ഒരു വിദ്യാർത്ഥി എന്ന നിലയിലും വ്യത്യസ്തമായ മേഖലകളിൽ ജീവിക്കുന്ന ആളുകൾ എന്ന നിലയിലും ഒരുപാട് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം എന്ന നിലക്ക്, ഒരു വിശ്വാസി എന്ന നിലക്ക് ഈ ഭൗതികമായ ലോകത്തെ ലക്ഷ്യങ്ങളെക്കാളും സ്വപ്നങ്ങളെക്കാളും ആഗ്രഹങ്ങളെക്കാളും ഒക്കെ അപ്പുറത്ത്
നമുക്ക് ആത്യന്തികമായി പരമപ്രധാനമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നല്ല ഒരു വീടിനേക്കാൾ, നല്ല ജോലിയേക്കാൾ, നല്ല വീടിനേക്കാൾ, നല്ല സമ്പത്തിനേക്കാൾ, നല്ല കുടുംബത്തേക്കാൾ ഒക്കെ അപ്പുറത്ത് ഒരു വിശ്വാസി എന്ന നിലക്ക്, ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം, ഏറ്റവും വലിയ ആഗ്രഹം, സ്വപ്നമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഉന്നതമായ അനുഗ്രഹങ്ങൾ ധാരാളമുള്ള ആസ്വാദനങ്ങൾ, അതിരുകളില്ലാത്ത ആസ്വാദനങ്ങളുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നതാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ്, അതിൻ്റെ ഭാഗമായാണ് ഒരുപാട് തിരക്കുള്ള ഈ സമയത്ത് നമ്മുടെ ജോലി തിരക്കുകൾ മാറ്റിവെച്ച്, മറ്റെല്ലാ ആവശ്യങ്ങളും മാറ്റിവെച്ച് ഈ സമയത്ത് നമ്മളെ ഒരുമിച്ച് കൂട്ടിയത് പരലോക വിജയം സാധ്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ദുനിയാവിലെ ഒരു നേട്ടവും കണ്ടല്ല ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഇന്ന് പള്ളിയിൽ ഒരുമിച്ച് കൂടിയത്. അള്ളാഹുവിൻ്റെ ഭീകരമായ വേദന നിറഞ്ഞ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിൻ്റെ ഉന്നതമായ അനുഭൂതികളും ആസ്വാദനങ്ങളുമുള്ള സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന ലക്ഷ്യമാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആർക്കാണ് സ്വർഗമുള്ളത്? ആരാണ് സ്വർഗത്തിൻ്റെ അവകാശി? ഏതെങ്കിലും ഒരു സമയത്ത് നമസ്കാരം കൊണ്ടോ, ഏതെങ്കിലും ഒരു സമയത്ത് പള്ളിയിൽ ജമാഅത്തിന് വന്നതുകൊണ്ടോ, അല്ലെങ്കിൽ നല്ല വസ്ത്രം ധരിച്ചത് കൊണ്ടോ മാത്രം നമ്മൾ സ്വർഗത്തിന്റെ അവകാശികളാകുമോ? ആരാണ് സ്വർഗത്തിന്റെ അവകാശി? ആർക്കു വേണ്ടിയാണ് സ്വർഗം ഒരുക്കി വെക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം 133-ാമത്തെ വചനം, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയണം, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്, വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗവും നേടിയെടുക്കാൻ നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറണം എന്നാണ്. ജീവിതത്തിൽ വന്നുപോയ രഹസ്യവും പരസ്യവുമായി, ചെറുതും വലുതുമായി ചെയ്തു കൂട്ടിയ എല്ലാ തിന്മകളും, എല്ലാ തെറ്റുകുറ്റങ്ങളെയും അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് ഒരു പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് മടങ്ങണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതി കാണിക്കണം. ആ സ്വർഗത്തെക്കുറിച്ച് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത സ്വർഗമാണ്. വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും ഇന്ന് വരെ ആസ്വദിച്ചിട്ടില്ലാത്ത സ്വർഗമാണ്. വലാ ഖത്തറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ ഭാവനയിലും സങ്കല്പത്തിലും വന്നു ചേർന്നിട്ടില്ലാത്ത അനുഭൂതികളും ആസ്വാദനങ്ങളും അനുഗ്രഹങ്ങളുമുള്ള സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് വിശ്വാസികളെ, പ്രിയപ്പെട്ടവരെ, ധൃതിപ്പെട്ട് മടങ്ങണമെന്നാണ് അള്ളാഹുവിന്റെ ആഹ്വാനം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിന്റെ അവസാനത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയത് ഉഇദ്ദത്തിൽ മുത്തഖീൻ എന്നാണ്. ആർക്കാണ് സ്വർഗമുള്ളത്? മുത്തഖീങ്ങൾക്ക് വേണ്ടി, സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാണ് ആ ഉന്നതമായ സ്വർഗമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നമായ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായ സ്വർഗം നേടിയെടുക്കണമെങ്കിൽ നമ്മളൊരു മുത്തഖിയാവണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആരാണ് മുത്തഖി? എന്താണ് ഒരു മുത്തഖിയുടെ അടയാളമെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രമുഖനായ സ്വഹാബിയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്താണ് തഖ്വ എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, എന്താണ് തഖ്വ? തഖ്വ എന്ന് പറഞ്ഞാൽ അയ്യുതാഅ ഫലാ യുഅ്സാ. തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ അനുസരിക്കലാണ്.
ഫലാ യുഅ്സാ, അള്ളാഹുവിനെ ധിക്കരിക്കാതെ അനുസരിക്കലാണ് എന്നാണ്. ജീവിതത്തിൽ പല മേഖലകളിലും അള്ളാഹുവിനെ അനുസരിക്കുന്നവരാണ് നമ്മൾ. നമസ്കാരം നിർവഹിക്കുന്നവരാണ്, റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്നവരാണ്, സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കുന്നവരാണ്, അങ്ങനെ ജീവിതത്തിൽ പല പ്രവർത്തികളും സൽക്കർമ്മങ്ങളും ചെയ്യുന്നവരാണ്. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അൻ യുതാഅ ഫലാ യുഅ്സാ, അനുസരിക്കുന്നതോടൊപ്പം അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കലും തഖ്വയുടെ അടയാളമാണെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ നന്മകൾ ചെയ്യുന്നതോടൊപ്പം അള്ളാഹു വെറുക്കുന്ന, റബ്ബിന് ഇഷ്ടമില്ലാത്ത പാപങ്ങളും കുറ്റങ്ങളും പ്രവൃത്തികളും ചെയ്യാതിരിക്കലാണ് അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, അള്ളാഹുവിനോടുള്ള അനുസരണയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് മുറുകെ പിടിച്ച് അത് പ്രഖ്യാപിച്ച് അത് ജീവിതം കൊണ്ട് തെളിയിക്കലാണ്. വാക്കുകളിലൂടെയല്ല, പ്രവൃത്തികളിലൂടെ, ജീവിതത്തിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ പ്രഖ്യാപനം പ്രവർത്തിച്ചു കാണിക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കണം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ എല്ലാ ആരാധനക്കും അർഹൻ അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുന്നവരാണ് നമ്മൾ. അത് ജീവിതത്തിൽ എല്ലാ ദിവസവും പ്രഖ്യാപിക്കുന്നവരാണ്. പ്രഖ്യാപിക്കുന്നതോടൊപ്പം വാക്കുകളിലൂടെ വെറും യാന്ത്രികമായി പറയുന്നതിനപ്പുറം അത് ജീവിതം കൊണ്ട് തെളിയിക്കാൻ കഴിയണം. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ, ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പരീക്ഷണങ്ങളിൽ ഏകനായ സൃഷ്ടാവായ തമ്പുരാനായ റബ്ബിൽ മാത്രം വരമേൽപ്പിക്കുന്ന, അവനിൽ മാത്രം സഹായം അഭ്യർത്ഥിക്കുന്ന, അവനോട് മാത്രം ആരാധനകൾ സമർപ്പിക്കുന്ന ഒരു വ്യക്തിയായി, ഒരു യഥാർത്ഥ വിശ്വാസിയായി മാറുമ്പോഴാണ് അള്ളാഹുവിന്റെ അനുസരണയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൂർത്തീകരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ശിർക്ക് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആരാധനകളിലും വിശ്വാസങ്ങളിലും എല്ലാം വ്യാപകമായി അന്ധവിശ്വാസങ്ങളും ശിർക്കും കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിക്കാനും തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കാനും അള്ളാഹുവിനെ അറിയാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിലൂടെ അള്ളാഹുവിനെ പൂർണ്ണമായും അനുസരിക്കുന്ന, ധിക്കരിക്കാതിരിക്കുന്ന ഒരു മുസ്ലിമാകാൻ, ഒരു വിശ്വാസിയാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റത് മുതൽ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന പ്രാർത്ഥനയുമായി കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ഈ സമയം വരെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും നമ്മൾ പരിശോധിക്കുക. റബ്ബിന് ഇഷ്ടമുള്ള, റബ്ബ് തൃപ്തിപ്പെടുന്ന, റബ്ബിന്റെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എത്ര കാര്യങ്ങളാണ്, എത്ര പ്രവർത്തനങ്ങളാണ്, എത്ര സംസാരങ്ങളാണ് നമ്മിൽ നിന്ന് വന്നത്. റബ്ബ് വെറുക്കുന്ന, റബ്ബിന് ഇഷ്ടമില്ലാത്ത, റബ്ബ് ചെയ്യരുത് എന്ന് പഠിപ്പിച്ച എത്ര പ്രവർത്തനങ്ങളാണ്, എന്തൊക്കെ സംസാരങ്ങളാണ് നമ്മിൽ നിന്ന് കടന്നു വന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പൊ ഏകദേശം നമുക്ക് മനസ്സിലാകും നമ്മുടെ ജീവിതത്തിൽ തഖ്വ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാധനകളിലും വിശ്വാസത്തിലും അള്ളാഹുവിന്റെ കൽപ്പനയിലും സമ്പൂർണമായും അള്ളാഹുവിനെ അനുസരിക്കുകയും ധിക്കരിക്കാതിരിക്കുകയും ചെയ്യലാണ് തഖ്വ എന്ന് പറയുന്നത്. വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ദൂതനായ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായും അനുസരിക്കുക എന്നതാണ്. അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും പൂർണ്ണമായും പിന്തുടരുകയും അനുസരിക്കുകയും ചെയ്യണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. അതാണ് തഖ്വയുടെ അടയാളമെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. രണ്ടാമതായി അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത് അള്ളാഹുവിനെ ഓർക്കണം. അള്ളാഹുവിനെ ഓർക്കണം. എങ്ങനെയാണ് അള്ളാഹുവിനെ ഓർക്കേണ്ടത്? ഫലായൻസ, മറക്കാതെ. ജീവിതത്തിൽ അള്ളാഹു വിസ്മരിക്കപ്പെടുന്ന ഒരു സാഹചര്യം വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ പ്രയാസങ്ങളിലും ദുഃഖത്തിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പരീക്ഷണങ്ങളിലുമാണ് ധാരാളമായി അള്ളാഹുവിനെ ഓർക്കാറുള്ളത്. പ്രയാസങ്ങളിൽ നിന്ന് കരകയറാൻ, രക്ഷപ്പെടാൻ, അതുപോലെ തന്നെ രോഗങ്ങളിലും വേദനകളിലും ദുരിതങ്ങളിലും ദുരന്തങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കാനാണ് കൂടുതലായി അള്ളാഹുവിലേക്ക് അടുക്കാറുള്ളത്, റബ്ബിനെ ഓർക്കാറുള്ളത്. വിശ്വാസി അങ്ങനെയാകാൻ പാടില്ല.
വിശ്വാസി എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർക്കുന്നവനാകണം. എങ്കിൽ അവൻ തഖ്വ കൈവരിക്കാൻ സാധിക്കുമെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കുമെന്ന് സ്രഷ്ടാവായ റബ്ബിന്റെ ഉറപ്പാണ്, വാഗ്ദാനമാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് സമ്പൂർണമായും ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും സന്തോഷത്തിലും സന്താപത്തിലും വിഷമതകളിലും ആനന്ദങ്ങളിലും അള്ളാഹുവിനെ ഓർക്കാൻ കഴിയണം. അത് ദിക്റുകളിലൂടെയാകാം, അത് ക്ഷമയിലൂടെയാകാം, അത് നന്ദി വാക്കുകളിലൂടെയാകാം, അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകളുടെയും ആരാധനകളിലൂടെയാകാം. അങ്ങനെ അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് കഴിയണം. റബ്ബിനെ ഓർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് നമസ്കാരം. ജീവിതത്തിൽ നമസ്കാരം നഷ്ടപ്പെടുത്തുന്ന ആളുകളായി തീരരുത് നമ്മൾ. ജീവിതത്തിൽ ഒരു വിശ്വാസിയുടെ നമസ്കാരം എന്ന് പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ റബ്ബിനെ സ്മരിച്ചുകൊണ്ടും റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും റബ്ബിനെ പ്രകീർത്തിച്ചുകൊണ്ടുമാണ് അവന്റെ ഓരോ നിമിഷങ്ങളും നമസ്കാരത്തിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലക്ക് ആത്മാർത്ഥമായി ഒരു വിശ്വാസിയുടെ നമസ്കാരം നിലനിർത്താൻ കഴിയണം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിട്ടുണ്ട്, അവർ സ്വർഗാവകാശികളാണ്. എന്താണ് വിശ്വാസിയുടെ അടയാളം? വിശ്വാസി വിജയിക്കാനുള്ള കാരണം വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു. ഒന്നാമത്തെ അടയാളം അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരുടെ നമസ്കാരം ഭക്തിയുള്ളതാണ് എന്നാണ്. അവരുടെ നമസ്കാരം ഭക്തിയുള്ളതാണ് എന്നാണ്. ഭക്തിയോടുകൂടി അള്ളാഹുവിനെ ഓർത്തും സ്മരിച്ചും പ്രാർത്ഥിച്ചും പ്രകീർത്തിച്ചും നിർവഹിക്കുന്ന നമസ്കാരത്തിലൂടെ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കാനും റബ്ബിലേക്ക് അടുക്കാനും നമുക്ക് സാധിക്കും. അത് നിലനിർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അത് ജീവിതത്തിൽ നഷ്ടപ്പെടാതെ ഭംഗം വരാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിച്ച ദിക്റുകൾ അധികരിപ്പിക്കാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കലിമത്താനി, രണ്ട് വാക്കുകളുണ്ട്, ഹബീബത്താനി ഇലർ റഹ്മാൻ, പരമകാരുണ്യകനായ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വാക്കുകളാണ്. വസഖീലത്താനി ഫിൽ മീസാൻ, അത് നിങ്ങളുടെ നന്മകളുടെ തുലാസുകൾ ഖനം തൂക്കുന്നതാണ്. വ ഖഫീഫത്താനി അലൽ ലിസാൻ, നിങ്ങളുടെ നാവിന് പറയാൻ എളുപ്പമുള്ളതാണ് എന്നാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, പറയാൻ എളുപ്പമുള്ള, നാവിന് ഏറ്റവും എളുപ്പം പറയാൻ സാധിക്കുന്ന നന്മയുടെ തുലാസുകൾ ഖനം തൂക്കുന്ന രണ്ട് വാക്കുകൾ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഇതിന് നമ്മുടെ ജോലി ഒഴിവാക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ തിരക്കുകൾ മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ യാത്രകളിൽ, നമ്മുടെ ജോലി സമയങ്ങളിൽ, നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ ധാരാളമായി ഇത്തരം ദിക്റുകൾ അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി അള്ളാഹുവിനെ ധാരാളമായി ഓർക്കാൻ കഴിയണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ അതിലൊരു വിഭാഗം വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് ഐനാഹു, ഒറ്റക്കാകുമ്പോ അള്ളാഹുവിനെ ഓർക്കുന്ന മനുഷ്യനാണ്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കണ്ണീരൊഴുക്കുന്ന മനുഷ്യന്, വിശ്വാസിക്ക് അർശിന്റെ തണൽ ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികളിലല്ല, പ്രയാസങ്ങളിലല്ല, ദുരിതങ്ങളിലോ വേദനകളിലോ അല്ല, എല്ലാ സമയവും മറക്കാതെ അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് കഴിയണം. അത്തരം വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമതായി തഖ്വയുടെ അടയാളമായി കൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് വഅൻ യശ്കുറ ഫലാ യക്ഫുർ എന്നാണ്. നന്ദിയുള്ളവരാകണമെന്നാണ്. ജീവിതത്തിൽ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളോട്, അള്ളാഹു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും സമ്പൂർണമായും റബ്ബിന് നന്ദിയുള്ള ഒരു അടിമയായി തീരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഫലാ യക്ഫുർ, നന്ദി കെട്ടവരാകാൻ പാടില്ല. അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുന്ന സ്വഭാവം വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്. ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഒരു ദിവസത്തിൽ ധാരാളമായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് നന്ദി എന്ന വാക്ക്. താങ്ക്സ്, ശുക്രൻ എന്നൊക്കെ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. എപ്പോഴാണ്, ആരോടാണ് ഇത് പറയാറുള്ളത്? ചെറിയ ചെറിയ നിസ്സാരമായ സഹായങ്ങൾ ചെയ്യുന്നവരോട് പോലും നന്ദിയുണ്ട്, നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറയാറുണ്ട് നമ്മൾ, അല്ലേ? നമ്മള് വാഹനമൊന്നും കിട്ടാതെ നിൽക്കുമ്പോൾ നമ്മളറിയാത്ത പരിചയമില്ലാത്തൊരു ചെറുപ്പക്കാരൻ നമ്മളെ വാഹനത്തിൽ കയറ്റി നമ്മുടെ വീടിന്റെ മുന്നിൽ ഇറക്കുമ്പോൾ, പള്ളിയുടെ മുന്നിൽ ഇറക്കുമ്പോൾ
നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കുമ്പോൾ ആ അറിയാത്ത, പരിചയമില്ലാത്ത, പേര് പോലും അറിയാത്ത ആ ചെറുപ്പക്കാരനോട് നമ്മൾ പറയാറുള്ളത് നന്ദിയുണ്ട് എന്നാണ്, താങ്ക്സ് എന്നാണ്. പക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടത്? ആരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത്? നെഞ്ചത്ത് കൈവച്ച് നമ്മളെല്ലാവരും പറയണം, എൻ്റെ റബ്ബിനെയാണ് എന്ന്, എൻ്റെ സൃഷ്ടാവിനെയാണ് എന്ന്. വിശുദ്ധ ഖുർആൻ മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. സൂറത്തുൽ ഇൻസാൻ, മനുഷ്യൻ എന്ന് പറയുന്നൊരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ 1-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നത് ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ എന്നാണ്. നമ്മൾ ഇന്ന് സമ്പന്നരാണ്, നമ്മൾ ഇന്ന് ആരോഗ്യമുള്ളവനാണ്, നമ്മൾ ഇന്ന് കുടുംബമുള്ളവനാണ്, വലിയ വീടുള്ളവനാണ്, നല്ല ജോലിയുള്ളവനാണ്. എല്ലാമുള്ള ആരോഗ്യമുള്ള ഒരു മനുഷ്യനാകുന്നതിന് മുമ്പ് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. ലം യകുൻ ശൈഅൻ മദ്കൂറ, നീ ഒന്നുമല്ലായിരുന്നു. പറയാൻ ഒരു വെള്ളത്തിന്റെ തുള്ളിയല്ലാത്ത ഒരു കാലഘട്ടം നിനക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. നീ ഒന്നുമല്ലാത്തൊരു കാലഘട്ടം നിനക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫ, ഒരു ബീജത്തുള്ളിയിൽ നിന്ന് അറപ്പ് തോന്നുന്ന ഒരു ബീജത്തുള്ളിയിൽ നിന്ന് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചു, നാം നിങ്ങളെ സൃഷ്ടിച്ചു എന്നാണ്. എങ്ങനെയാണ് അള്ളാഹ് സൃഷ്ടിച്ചത്? സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما. ഒന്നുമല്ലാതിരുന്ന നമ്മൾ ഒരു ബീജത്തുള്ളിയായി. ثم خلقنا النطفة علقة, ആ ബീജത്തുള്ളി അല്ലാഹു ഒരു ഭ്രൂണമാക്കി. فخلقنا العلقة مضغة, ആ ഭ്രൂണത്തെ അല്ലാഹു ഒരു ഇറച്ചി കഷ്ണമാക്കി. അവയവങ്ങളില്ലാത്ത വെറുമൊരു ഇറച്ചിന്റെ കഷ്ണമായിരുന്നു നമ്മൾ. ഫഖലഖ്നൽ മുദ്ഗത ഇളാമൻ, ആ ഇറച്ചി കഷ്ണത്തെ അത് അല്ലാഹു ഒരു എല്ലാക്കി മാറ്റിയെന്നാണ്. ഫകസൗനൽ ഇളാമ ലഹ്മ, ആ എല്ലുകളെ ഒരു ഇറച്ചി കൊണ്ട് അല്ലാഹു പൊതിഞ്ഞു. നമ്മുടെ കൈകൾ ഇങ്ങനെ പിടിച്ചാൽ ആ ഇറച്ചിന്റെ ഉള്ളിൽ ഒരു എല്ലിങ്ങനെ നമുക്ക് കാണാം. എത്ര സുന്ദരമായിട്ടാണ് അല്ലാഹു നമ്മുടെ സൃഷ്ടിപ്പിനെ വിശദീകരിച്ചത്. ആ അല്ലാഹ്ക്ക് നമ്മളെ പല രൂപത്തിലും സൃഷ്ടിക്കാമായിരുന്നു, പല പരീക്ഷണങ്ങളും അല്ലാഹു നമുക്ക് നൽകാമായിരുന്നു. പക്ഷേ അല്ലാഹു നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ആരോഗ്യവാനാണ് നമ്മൾ. പറയാൻ ചെറുവിരലിനൊരു വളവ് പോലും ഇല്ലാത്ത അനുഗ്രഹത്തിന്റെ കൊടുമുടിയിലാണ് നമ്മളുള്ളത്. പക്ഷേ നമ്മൾ നമ്മുടെ റബ്ബിനോട് നന്ദിയുള്ളവരാണോ? കോഴിക്കോട് ബീച്ചിൽ സുഹൃത്തുക്കളുമായി ഒരു തണലിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ 4 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. ശരീരമാസകലം ചെളിയും പൊടിയും കരിയും നിറഞ്ഞ ഒരു പെൺകുട്ടി, കീറിപ്പാറിയ വസ്ത്രങ്ങൾ ധരിച്ച ഒരു പെൺകുട്ടി. ആ കുഞ്ഞു കൈകൾ ഞങ്ങളുടെ മുന്നിലേക്ക് നീട്ടുമ്പോൾ ചളിയും പൊടിയും കരിയും നിറഞ്ഞ് നീണ്ടു വളർന്ന നഖത്തിനുള്ളിൽ ചളി നിറഞ്ഞ് കറുത്ത നിറമായിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ കയ്യിലേക്ക് ഞങ്ങളൊരു സംഖ്യ വെച്ച് കൊടുത്തു. അത് മുറുകെ പിടിച്ച് ആ ചെളി നിറഞ്ഞ മുഖത്ത് നിന്നൊരു പുഞ്ചിരി തന്നുകൊണ്ട് ഒരു വെയിലത്ത് തൂണിൽ ചാരിയിരിക്കുന്ന തൻ്റെ അമ്മയുടെ ഉമ്മയുടെ മടിയിലേക്ക് ഓടിപ്പോകുന്ന ഒരു 4 വയസ്സുകാരി പെൺകുട്ടിയുടെ ചിത്രം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉപ്പമാരെ, ഉമ്മമാരെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ബുദ്ധിയില്ലാത്ത, വിവേകമില്ലാത്ത ഒരു പ്രായത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, ആഹാരത്തിന് വേണ്ടി മറ്റൊരുത്തന്റെ മുന്നിൽ, അറിയാത്തൊരു മനുഷ്യന്റെ മുന്നിൽ കൈ നീട്ടേണ്ട ഗതികേട് അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും തന്നിട്ടില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ആദിയാത്ത് അള്ളാഹു പറയുന്ന ഒരു വാചകമുണ്ട്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. പലതവണ നമസ്കാരങ്ങളിലൂടെ ആവർത്തിച്ച് നമ്മൾ ഓതുന്ന, നമുക്ക് മനപ്പാടമുള്ള ഒരായത്താണ്. എന്താണ് ആയത്തിന്റെ അർത്ഥം? ഇന്നൽ ഇൻസാന, നിശ്ചയം മനുഷ്യൻ, ലിറബ്ബിഹി ലകനൂദ്, തൻ്റെ രക്ഷിതാവിനോട്, തൻ്റെ സ്രഷ്ടാവിനോട്, തൻ്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ് എന്ന്. ആ നന്ദി കെട്ടവരുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഉണ്ടാകുമോ? നമ്മുടെ മനസ്സിനോട് ചോദിക്കുക. നന്ദി കേടില്ലാതെ അള്ളാഹുവിന് നന്ദി കാണിക്കാൻ കഴിയണം, റബ്ബിനെ ഓർക്കാൻ കഴിയണം, റബ്ബിനെ ജീവിതത്തിൽ അനുസരിക്കാൻ കഴിയണം. അവനാണ് തഖ്വയുള്ളവൻ എന്നാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ജീവിതത്തിൽ നമുക്ക് തോന്നിയതുപോലെയല്ല ജീവിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത്, മനപ്പാടമുള്ള ഒരായത്ത് എല്ലാ ഖുതുബകളിലൂടെയും
പ്രസംഗങ്ങളിലൂടെയും നമ്മൾ ആദ്യം കേൾക്കുന്ന ആയത്ത് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഹഖ്ഖ തുഖാതിഹി, എങ്ങനെ സൂക്ഷിക്കണം? സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം. അതിന് ചേലുങ്കോലൊക്കെ ഉണ്ട്. നമുക്കിഷ്ടമുള്ള മേഖലകളെ മാത്രം തെരഞ്ഞെടുത്ത് ഞാനൊരു മുസ്ലിമാണെന്ന് പറയുന്നതിന് പകരം അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളെയും അനുസരിച്ച് സമ്പൂർണനായി ഒരു മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, സലാസത്തുൻ, 3 വിഭാഗം ആളുകൾ, ലാ യുകല്ലിമുഹുമുല്ലാഹ്, അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല, വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമ, അള്ളാഹു നാളെ പരലോകത്ത് നിന്ന് അവരുടെ മുഖത്തേക്ക് പോലും നോക്കുകയില്ല എന്നാണ്. വലാ യുസക്കീഹിം, അവരെ അവരുടെ തിന്മകളിൽ നിന്ന് അള്ളാഹു സംസ്കരിക്കുകയില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ നരകത്തിന്റെ ശിക്ഷയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ പരലോകത്ത് റബ്ബിന്റെ സഹായം മാത്രം ലഭിക്കേണ്ട ഒരു ലോകത്ത് അള്ളാഹു സംസാരിക്കാത്ത, അള്ളാഹു തിരിഞ്ഞു നോക്കാത്ത, അള്ളാഹു സംസ്കരിക്കാത്ത നരകത്തിന്റെ അവകാശികളായ ചില ആളുകളെ കുറിച്ച്, 3 വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞു. സദസ്സിൽ നിന്ന് അബൂദർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ, ആരാണ് പ്രവാചകരെ നാളെ പരലോകത്ത് അള്ളാഹു നോക്കാത്തവർ, അള്ളാഹു സംസാരിക്കാത്തവർ, അള്ളാഹു സംസ്കരിക്കാത്തവർ ആരാണ് നബിയെ? റസൂലുള്ളാഹി പറഞ്ഞു, ഒന്നാമത്തെ വിഭാഗം അൽ മുസ്ബിലു ഇസാറഹു, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവനാണ്. എത്ര നിസ്സാരതയോടെയാണ് നമ്മുടെ ജീവിതത്തിൽ പല ആളുകളും വസ്ത്രധാരണത്തെ കാണുന്നത്. ഓരോ ആഴ്ചയും ഇറങ്ങുന്ന പല മോഡലുകളും സ്വീകരിക്കാനും അത് പിന്തുടരാനുമാണ് നമ്മുടെ യുവത്വവും കൗമാരവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ തിരുത്താൻ ആരും തയ്യാറല്ല. കാര്യങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ആരും തയ്യാറല്ല. എൻ്റെ ഒരു സുഹൃത്ത് നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ എന്നെ ഒരുപാട് കളിയാക്കിയിരുന്നൊരു സുഹൃത്ത് ഈ അടുത്ത കാലത്ത് കണ്ടപ്പോൾ, നിര്യാണിക്ക് മുകളിലൊക്കെ വസ്ത്രം ധരിച്ചു നിന്നപ്പോൾ പറഞ്ഞത്, എന്താ എനിക്ക് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അതൊക്കെ ഇപ്പോഴത്തെ മോഡലാന്ന് പറഞ്ഞു. 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവന് ലഭിക്കുന്ന അവഗണനയെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചു. ആ വാക്കുകൾക്ക് ഒരു തരി പോലും വില നൽകാതെ ഏതോ സിനിമാ നടന്മാരും അതുപോലെ തന്നെ മറ്റു ആളുകളും, ഏതെങ്കിലും ആളുകൾ സമ്പത്തിന് വേണ്ടി ചെയ്യുന്ന കോപ്രായങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കുക. നമ്മളും പറയുന്നത് മുസ്ലിമീങ്ങളാണെന്ന്, നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഞാനൊരു മുസ്ലിമാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, തിരുത്തേണ്ടതുണ്ട്. നമ്മളൊരു മുത്തഖിയാവണം. ആ സ്വർഗം ആഗ്രഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ, ആ സ്വർഗം മോഹിച്ചാണ് ഇവിടെ ഒരുമിച്ച് കൂടിയതെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നവരാകണം നമ്മൾ. പ്രവാചകന്റെ കൽപ്പനകളെ പിന്തുടരുന്നവരാകണം നമ്മൾ. അള്ളാഹുവിനെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിൽ ഓർക്കുന്നവരാകണം നമ്മൾ. ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളോടും അള്ളാഹുവിനോട് എല്ലാ സമയവും വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും ആരാധനകളിലൂടെയും നന്ദിയുള്ള ഒരു അടിമയായി തീരാൻ നമുക്ക് കഴിയും. ഒരു യഥാർത്ഥ മുത്തഖിയാകാൻ നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.